മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ഏറ്റവും നല്ല മാതൃകയായി കുട്ടികളുടെ മുമ്പിൽ ജീവിക്കുക. ജനിച്ചു വീണൊരു കുട്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആ സമയം തന്നെ അവൻ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നത്. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ശബ്ദം കേട്ടതുകൊണ്ടാ തിരിഞ്ഞു നോക്കിയത്, നോക്കുന്നത് കാണുന്നത് കൊണ്ടാണ്. കണ്ട് എന്നാ ഈ കുട്ടി സംസാരിക്കുന്നില്ല. ജനിച്ചു വീണപാടൊരു കുട്ടി ചെയ്യാത്തത് സംസാരം മാത്ര, കരയ മാത്ര ചെയ്യാൻ. സംസാരിക്കുന്നത് എപ്പോഴാ? 2 കൊല്ലം കഴിഞ്ഞു, 1.5 കൊല്ലം കഴിഞ്ഞു, 1 വയസ്സ് കഴിഞ്ഞിട്ടാ സംസാരം ആരംഭിക്കുന്നത്. ഒരു മനഃശാസ്ത്രൻ വളരെ ഭംഗിയായി വിവരിപ്പിച്ചു. അയാൾ പറഞ്ഞു, ജനിച്ചു വീണപാടൊരു കുട്ടി സംസാരിക്കുന്നില്ല, കാണുന്നുണ്ട്, കേൾക്കുന്നു. എന്തുകൊണ്ടാ സംസാരിക്കാത്തത്? 1 കൊല്ലമോ 1.5 കൊല്ലമോ കഴിഞ്ഞാൽ ഈ കുട്ടി സംസാരിക്കുന്നത്. എന്താ? ഈ 1 കൊല്ലവും വാപ്പ എന്താണോ പറഞ്ഞത് അതായിരിക്കും ഈ കുട്ടി പറയാ. ഉമ്മ എന്താണോ പറഞ്ഞത് അതായിരിക്കും ഈ കുട്ടി പറയുന്നത്. അല്ലേ? ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ട കുഞ്ഞാണോ, ആ കുഞ്ഞ് ആദ്യമായി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹും. അല്ലേ? ഉമ്മ 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 എന്നാണ് ആ കുട്ടി ഏറ്റവും കൂടുതൽ കേട്ടതെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ് ഈ കുഞ്ഞ് സംസാരിക്കുന്നത് ഉമ്മ എന്നായിരിക്കും. ഇനി വാപ്പാന്നായി കുട്ടി ആദ്യം കേട്ടതെങ്കിൽ വാപ്പാന്നായിരിക്കും. ഈ കുട്ടി ഏറ്റവും കൂടുതൽ കേട്ടത് എന്താണോ അത് ഈ കുട്ടിയെ സ്വാധീനിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണ്ടേ? വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് മുലകുടി കാലഘട്ടം. നമ്മൾ അവഗണിച്ചു കളയാൻ പാടില്ലാത്ത സമയമാണത്. മുലകുടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യമായി ഫ്രഷായി കുഞ്ഞ് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ആ കുഞ്ഞിലത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. മാത്രല്ല, ഈ കുട്ടി എപ്പോ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്? നിങ്ങള് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ ഈ കുട്ടിക്ക് കേൾക്കാനുള്ള കഴിവുണ്ട്. 6 മാസം 4 മാസം പ്രായമാകുമ്പോഴേ തന്നെ ഈ കുട്ടിയിൽ ആ കഴിവ് വന്ന് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചെറുപ്പത്തിലെ ഓനെ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ വെച്ച് കേട്ട് ശീലമുള്ളത് കൊണ്ടാണ് ഭൂമിയിലേക്ക് വരുമ്പോ ഏതൊരു കുട്ടിയെയും ജനിച്ചു വീണപാട് കരയുന്ന കുട്ടിയെ മാതാക്കൾ എന്താ ചെയ്യാ? കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കും. എന്താ? അവന് പരിചയമുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വഴുവഴുത്ത വെള്ളത്തിൽ കിടന്നവൻ ചലിച്ചതാ. അവനിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1 സെക്കൻഡ് മനുഷ്യൻ അടങ്ങി നിൽക്കൂല. ഈ 10 മാസവും ഇങ്ങനെ വഴുവഴുത്ത വെള്ളത്തിൽ ഇങ്ങനെ കിടന്നു നീന്തി കുളിക്കുകയാണ്. അതാണ് പ്രസവിച്ച് വീണപാടെ ഈ കുട്ടിയൊന്ന് എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് കുലുക്കി കൊടുക്കുമ്പോ ഈ കുട്ടി ഉറങ്ങാനുള്ള കാരണം. ഈ അനുഭവത്തിലാണ് അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നത്. അതുകൊണ്ടാണ് ജനിച്ചു വീണപാടെ അവനങ്ങനെ കുളിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങിപ്പോണത്. നിങ്ങൾ ആലോചിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണേ. നിങ്ങളൊരാൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം പറയാം. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് പിൻഭാഗത്ത് നിങ്ങളുടെ ചെവി വെച്ച് അടച്ചു പിടിച്ചു നോക്കൂ. അയാളുടെ സംസാരത്തിന്റെ ആ ചലനം, അയാളുടെ നട്ടെല്ലിലൂടെ അതിന്റെ വൈബ്രേഷൻ നിങ്ങളുടെ ചെവിയിലെത്തുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടോ അതിന്റെ വൈബ്രേഷൻ ഗർഭപാത്രത്തിലുള്ള കുട്ടിയിലേക്ക് എത്തുന്നുണ്ട്. ആ പെണ്ണിന്റെ സ്വഭാവം ഈ കുട്ടിയിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട്. മുലകുടി കാലഘട്ടത്തിൽ മാത്രമല്ല, ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. പണ്ട് തമാശയ്ക്ക് ഒരു കാര്യം പറയാറുണ്ട്. ഒരു തമാശയിലാ പറയാം, പക്ഷേ വലിയ കാര്യമുണ്ട് പഠിക്കാൻ. പണ്ടൊരു പോക്കറ്റടിക്കാരനായ ഒരാളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി മൂപ്പർക്ക്. ഇയാളെ പണി പോക്കറ്റടിക്കല. രാവിലെ കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മൂപ്പർ ഇങ്ങനെ പോയി ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ നടന്ന് സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മൂപ്പർ പോക്കറ്റടിച്ചു പോലും. എന്തായാലും ഒരു 10,000-ൽ കുറയാത്ത സംഖ്യ എല്ലാ ദിവസവും മൂപ്പർക്ക് കിട്ടാറുണ്ട്. പിന്നെ കുറെ വയസ്സൊക്കെ ആയപ്പോൾ തോന്നിയൊരു കല്യാണം കഴിച്ചാൽ തിരക്കിടില്ല, പ്രായമായാലും ആരും ഉണ്ടാവില്ലല്ലോ, ഒറ്റക്കാവില്ലേ എന്ന തോന്നൽ. അപ്പൊ ഇവനിങ്ങനെ അന്വേഷിച്ചപ്പോ ഇവൻ എന്നെ കുഫൊത്തത് കിട്ടണമല്ലോ. അന്വേഷിച്ച് അവസാനം ഇന്നൊരു സ്ഥലത്ത് വേറെ പോക്കറ്റ് അടിക്കുന്ന ഒരു പെണ്ണുണ്ട് എന്ന് കേട്ടു ഇയാൾ. അങ്ങനെ അന്വേഷിച്ചു. അവർ തമ്മിൽ വിവാഹം തീരുമാനിച്ചു. വിവാഹമെല്ലാം വളരെ മംഗളമായി കഴിഞ്ഞു. വിവാഹത്തിന്റെ ആ സമയത്ത് അവർ 2 ആഴ്ച ലീവ് എടുത്തു. രണ്ടാളും പോക്കറ്റ് അടിക്ക് ലീവ്. കല്യാണത്തിന് മുമ്പ് ഒരാഴ്ചയും കല്യാണത്തിന് ശേഷം ഒരാഴ്ചയും. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പോക്കറ്റ് അടിക്കാൻ പോകും. എല്ലാ ദിവസവും ഭർത്താവ് ഒരു സ്ഥലത്ത് പോകും, ഭാര്യ വേറെ സ്ഥലത്ത് പോകും. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞു. ഭാര്യ ഗർഭിണിയായി. 10 മാസം തികഞ്ഞോ, പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തമാശയിലാ പറയുന്നത്, പക്ഷെ ഇതിൽ കുറെ കാര്യമുണ്ട് പഠിക്കാൻ. തമാശയാണ്. പക്ഷെ എനിക്ക് തോന്നി വലിയൊരു
വലിയൊരു സത്യം ഇതിൽ പറയുന്നുണ്ട് എന്നെനിക്ക് തോന്നി. ചില അനുഭവങ്ങൾ നമുക്ക് തന്നെ ജീവിതത്തിലുണ്ടാവും. ഇത് കഥയാണെങ്കിലും. അങ്ങനെ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പ്രസവ വാർഡിലേക്ക് പെണ്ണിനെ കയറ്റി. പ്രസവവേദന വന്നു. പ്രസവമൊക്കെ കഴിഞ്ഞു. റാഹത്തായി വാർഡിലേക്ക് കൊണ്ടുവന്നാക്കി പെണ്ണിനെ. കുറച്ച് കഴിഞ്ഞപ്പോ പ്രസവ റൂമിൽ ഭയങ്കര ബഹളം. ഒരു നേഴ്സിന്റെ മാല കാണാനില്ല. ഭയങ്കര ബഹളം പ്രസവ റൂമിൽ. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് നീയാ എടുത്തത് അങ്ങോട്ടും ഭയങ്കര പ്രശ്നം. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു ഞാനല്ല. അവസാനം മാനേജറത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ നേഴ്സുമാരെ. അപ്പോഴാണ് ഈ റൂമിൽ നിന്നൊരാൾ ചെന്നിട്ട് ഈ ഡോക്ടറോട് പറഞ്ഞത്, സാറേ കുട്ടി പ്രസവിക്കപ്പെട്ടിട്ട് 5 മണിക്കൂർ കഴിഞ്ഞല്ലോ, കുട്ടിയുടെ ഒരു കൈ മാത്രമേ തുറക്കുന്നുള്ളൂ, മറ്റേ കൈ തുറക്കില്ല. കുട്ടിയുടെ കൈ ഇങ്ങനെ പിടിച്ച പോലെ തന്നെ. അപ്പോഴാണ് ഡോക്ടർ അർജന്റായിട്ട് വന്നു. നേഴ്സുമാരെ വിളിച്ചിട്ട് പറഞ്ഞു കൈയൊന്ന് നിവർത്തി നോക്കാൻ വേണ്ടി പറഞ്ഞു. വിരലുകൾ ഓരോ നേഴ്സും ഓരോ വിരല് പിടിച്ചിട്ടാണ് നിവർത്തിയത്. നിവർത്തി 3ാമത്തെ വിരല് നിവർത്തി നോക്കിയപ്പോഴാണ് ഈ നേഴ്സിന്റെ മാല കുട്ടീന്റെ കയ്യിലാണ്. അപ്പൊ എന്താ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിങ്ങനെ പൂർണ്ണ വരവില് പോക്കറ്റ് അടിച്ചതാണ്. ഇത്ര അതിവിദഗ്ധമായി. എന്താ കാരണം? വാപ്പയും പോക്കറ്റ് അടിക്കാരനാണ്, ഉമ്മയും പോക്കറ്റ് അടിക്കാരിയാണ്. തമാശയിൽ ഞാൻ പറയുന്നത് ഗർഭകാലഘട്ടത്തിലെ സ്വഭാവം, മുല കൊടുക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്വഭാവം എന്താണോ അത് കുട്ടിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഉമ്മ തന്റെ കുഞ്ഞിനെ താരാട്ടുപാടിയത് TV കണ്ടുകൊണ്ടാണെങ്കിൽ ഈ കുട്ടി അത് കണ്ടിട്ടുണ്ടോ? അതിവനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉമ്മ മുലകുടി പ്രായത്തിൽ നിങ്ങൾ കുഞ്ഞിനെ താരാട്ടുപാടാൻ ഏതു പാട്ടാണോ നിങ്ങൾ പാടിയത് അത് ഈ കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓരോ അടക്കങ്ങളും അനക്കങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് പറഞ്ഞെന്താ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന മക്കളെ തരണേ എന്ന് പറഞ്ഞെടുത്ത് പറയാൻ പറഞ്ഞത് ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നീ മുത്തഖിയാക്കണേ. ഞങ്ങൾ മുത്തഖിയായാലേ ഞങ്ങളിൽ നിന്ന് വരുന്ന മക്കൾ മുത്തഖിയാവുകയുള്ളൂ. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ കുഞ്ഞുമക്കൾ സംസാരിക്കാൻ തുടങ്ങുമ്പോ നല്ല വാക്കുകളാണ് അവരോട് സംസാരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അതും കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതേപോലെ കുഞ്ഞുമക്കളെ ആദ്യമായി അല്ലാഹ് എന്ന വാക്ക് സംസാരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നല്ലത് മാത്രം അവരുടെ മുമ്പിൽ വെച്ച് പറയുക. നേരത്തെ ബഹാവുദ്ദീസാണ് ഈ വിഷയം പറയുന്നതായി എനിക്ക് തോന്നി ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ. കുട്ടികളോട് നല്ലത് പറയിപ്പിക്കുക, മോശപ്പെട്ടതൊന്നും പറയിപ്പിക്കാതിരിക്കുക. പറയരുത് എന്ന് പറയുന്നതിന് പകരം അത് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നാണ്. മനഃശാസ്ത്രം ഈ വിഷയത്തിലൊക്കെ ഗൗരവമായി സംസാരിക്കുന്നുണ്ട്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല മാതൃക വാപ്പയാവുക, ഉമ്മയാവുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മനം കവരുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കുട്ടിയുടെ മനം കവരുക ഞാൻ മനസ്സിലാക്കണമെന്ന് അറിയൂ. 18 കൊല്ലവും കണ്ണിന്റെ ഹിമവെട്ടാതെ പൊന്നുപോലെ നോക്കിയ തന്റെ പൊന്നുമോൾ വാപ്പയെ വിട്ടു ഉമ്മയെ വിട്ട് ഒരു നിമിഷം ഇറങ്ങിപ്പോകുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം എനിക്ക്. വാപ്പയെ പൊന്നുപോലെ സംരക്ഷിച്ച പൊന്നു പിതാവിനെ വിട്ട് ഒരു നിമിഷം ഇറങ്ങിപ്പോകാൻ കഴിയില്ല. എന്തേ? ഈ വാപ്പാക്ക ആ കുട്ടിയുടെ മനോമുഖരത്തിൽ ഈ പിതാവിന് ഈ കുട്ടിയുടെ ഹീറോയാവാൻ കഴിഞ്ഞില്ല. ഈ കുട്ടിയുടെ കൽബിനകത്ത് സ്നേഹമായി നിറഞ്ഞു നിൽക്കാൻ മാതാവിന് കഴിഞ്ഞില്ല. കാരണം എന്താ? മാതാവിന് സമയമില്ല. ഒന്നുകിൽ അടുക്കളയിലെ ജോലി, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വാട്സപ്പിലെ കളി. നിങ്ങൾ കണ്ടില്ലേ, 3.5 വയസ്സാകുമ്പോ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർക്കും ചില കുട്ടികളെ രക്ഷിതാക്കൾ. എന്താ പറയാ, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞതാ, പടച്ചോനെ ഏപ്രിൽ മെയ് മാസം വരാനുള്ള റബ്ബേ, ഇനിയിപ്പോ എങ്ങനെ 2 മാസം ഞാൻ സഹിക്കുക. അപ്പൊ ഞാൻ കരുതി ചൂടുകൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയതാണ്. ഞാൻ പറഞ്ഞു അതിനെന്താ പ്രയാസം? കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ലാസ്റ്റ് തന്നെ മഴ ആരംഭിച്ചില്ലേ? ഈ വർഷവും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു ചൂടല്ല. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു ഏപ്രിലും മെയിലും സ്കൂൾ അവധിയാണ്. ഈ 2 മാസം എന്റെ മക്കളെ ഞാൻ എങ്ങനെ പൊറുപ്പിക്കും? നിങ്ങൾ ചിന്തിക്കൊരു മാതാവിന്റെ ചിന്തയാണ്. 2 മാസം മക്കളെ നോക്കാൻ കഴിയില്ല. 3.5 വയസ്സാകുന്ന കുഞ്ഞുമോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയാക്കുന്നു നഴ്സറി. എന്തിനാ? രാവിലെ 10 മുതൽ 3:30 വരെ ഈ കുട്ടിയുടെ ശല്യം വീട്ടിൽ നിന്ന് മാറിക്കിട്ടുമല്ലോ. മകൾ ശല്യമാണെന്ന് മനസ്സിലാക്കുന്ന ഉമ്മയെ
ഉമ്മ ശല്യമാണെന്ന് മകൾ വിചാരിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാറുള്ളൂ. മകൻ ശല്യമാണെന്ന് വിചാരിക്കുന്ന മാതാപിതാവിനെ ആ പിതാവ് തനിക്ക് ശല്യമാണെന്ന് മകൻ വിചാരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാറുള്ളത്. എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. എന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ റമദാനില്ല, ഞാൻ എന്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രണ്ടു ചെറുപ്പക്കാരന്റെ റൂമിലേക്ക് കയറി വന്നു. 313 റുപ്യ എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് പള്ളിക്ക് നേർച്ചയാണ്. ഞങ്ങളുടെ മാതാവ് 6 മാസമായി കിടപ്പിലാണ്. കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്രം ഒഴികാൻ തുടങ്ങിയിട്ട് 6 മാസമായി. 2-3 വർഷമായി കിടക്കുന്നു. ഇപ്പോ കിടക്കുന്ന കിടക്കുന്ന തരത്ത് തന്നെ മലമൂത്രവും ഒഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഉമ്മ ഇതൊരു നല്ലൊരു മാസമല്ലേ, ഞങ്ങൾ വിഷമിച്ചു പോയിട്ടുണ്ട്, ഉമ്മയും വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മയൊന്ന് മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതും എന്റെ ജീവിതത്തിൽ അനുഭവത്തിലുണ്ട്. പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദര, മകൻ ശല്യമാണെന്ന് മകൾ ശല്യമാണെന്ന് നമുക്ക് തോന്നിയാൽ ആ മക്കൾക്ക് പ്രായമാകുമ്പോൾ തിരിച്ചു തോന്നുക എന്നത് അത്ഭുതപ്പെടാറില്ല. സ്നേഹനിധിയായ മക്കൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ മക്കൾക്ക് ആദ്യമായി നമ്മൾ നൽകേണ്ടതെന്താ? അല്ലാഹുവിനെ അറിയാനുള്ള വിജ്ഞാനമാകണം നമ്മൾ ആദ്യമായി കൊടുക്കേണ്ടത്. ഈ കുട്ടിയിൽ ആദ്യം എന്തു കൊടുക്കുന്നു അത് ഭയങ്കര സ്വാധീനം ഉണ്ടാക്കുന്ന ഈ കുട്ടിയിൽ വല്ലാത്ത സ്വാധീന. 3.5 വയസ്സാകുമ്പോൾ ഒരു കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കൊണ്ടുപോയി ചേർത്തിയത്. ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. മദ്രസയിലാണോ കൊണ്ടുവന്ന് ചേർത്തത്, അതാണ് ആ കുട്ടിയെ സ്വാധീനിക്കുന്നത്.